കടന്നു വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ വിലയേറിയ ദാസന്മാർക്കും സഹോദരി സഹോദരന്മാർക്കും വാഴ്ത്തപ്പെട്ടവനായ യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വന്ദനങ്ങളെ അറിയിക്കുന്നു. ഈ രാത്രിയിലും ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുൻപിൽ നിൽക്കുവാൻ സർവകൃപാലുവായ ദൈവം ഒരവസരവും കൂടെ എൻ്റെ ജീവിതത്തിൽ തന്ന കൃപയ്ക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നിശ്ചയമായിട്ടും നിങ്ങളുടെ ഇരിപ്പിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. എങ്കിലും നമുക്ക് ലഭിക്കപ്പെട്ട ഈ സ്ഥലപരിമിതിക്കുള്ളിൽ ഇരുന്നുകൊണ്ട് നാം ദൈവത്തെ ആരാധിക്കുന്നു. ഈ നാളുകളിൽ ദൈവജനം ഐക്യമായിട്ട് കൈയോട് കൈകോർത്ത് പിടിച്ച് ഒരു 500 പേർക്കെങ്കിലും ഒന്നിച്ചുകൂടി ഇതുപോലുള്ള പൊതുയോഗങ്ങൾ നടത്തുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകേണ്ടതിന് പ്രാർത്ഥിച്ചാൽ ദൈവം പ്രവർത്തിക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ബഹ്റിനിലുള്ള ഒരു വലിയ ചർച്ച് ഹാളിന്റെ പണിക്ക് വേണ്ടി 24,000-ലധികം ദിനാർ ആ ചർച്ചിന് അവിടുത്തെ ഭരണകർത്താവ് കൊടുത്തുവെന്ന് ഒരു അറബി ചർച്ചിലെ പാസ്റ്ററിനോട് പറയുകയുണ്ടായി. മസ്കറ്റിലെ സലാലയിലെ ഒരു ആരാധനാലയത്തിൽ ഇരിക്കുന്ന ഓർഗൻ ഒമാന്റെ ഭരണകർത്താവ് ആ ആലയത്തിന് വേണ്ടി ദാനം ചെയ്തതാണ്. UAE-യിലുള്ള ഷാർജ, അബുദാബി, ദുബായ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഗവൺമെന്റിന്റെ അനുവാദത്തോടുകൂടെ മനോഹരമായ ആരാധനാലയങ്ങൾ ഉണ്ട്. ഖത്തറിലും സ്വർഗത്തിലെ ദൈവത്തിന് അത് തന്നെ ചെയ്തെടുക്കുവാനായി കഴിയും. നാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ കർത്താവായ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ നിങ്ങളോടൊന്നിച്ചായിരുന്നുവല്ലോ. നമ്മുടെ വിഷയം ഇവിടെ പൂർത്തീകരിക്കുവാനായിട്ട് സാധിക്കില്ല എന്നുള്ള ആ സത്യം ഞാൻ ഒരിക്കൽ കൂടി സമ്മതിക്കുന്നു. ദൈവം അനുവദിക്കുകയാണെങ്കിൽ അടുത്ത 1-ാം തീയതി മുതൽ തുടർച്ചയായിട്ട് ഒരാഴ്ചത്തെ ഒരു യോഗം കൂടെ ഇതിന്റെ സംഘാടകർ ക്രമീകരിക്കുന്നതായിട്ട് എന്നോട് പറയുകയുണ്ടായി. ദൈവം അനുവദിക്കുകയാണെങ്കിൽ ആ ദിവസങ്ങളിൽ ഈ വിഷയങ്ങൾ നമ്മൾ തുടരുന്നതാണ്. ദൈവത്തിന്റെ വചനം വളരെ ആഴമാണ്. അതിന്റെ ആഴവും പരപ്പും കണ്ടെത്തിയവർ വളരെ വിരളമാണ്. സമുദ്രം കാണുവാൻ ആയി പോകുന്നവരുണ്ട്, സമുദ്രത്തെ കാണുവാനായി പോകുന്നവരുണ്ട്. അവർക്ക് നല്ല ഇളം കാറ്റുകളും തിരമാലകളും ഒക്കെ കണ്ടിട്ട് അവർ കടന്നു വരും. ചിലർ സമുദ്രത്തിലെ മത്സ്യങ്ങളെ പിടിക്കുവാൻ പോകുന്നവരാണ്. അവർ ആ ഇളം കാറ്റിലോ തിരമാലകളിലോ സംതൃപ്തിപ്പെടാതെ സമുദ്രോൽപ്പന്നങ്ങൾ പിടിച്ചുകൊണ്ടുവരും. മറ്റു ചിലരാകട്ടെ അതിൽ തൃപ്തിയാകാതെ സമുദ്രത്തിന്റെ ആഴത്തിലേക്ക് പോയിട്ട് മുത്തുകളെ പെറുക്കിക്കൊണ്ടുവരും. ഇതുപോലെ ദൈവവചനമാകുന്ന ഈ മഹാസമുദ്രത്തിന്റെ അടുക്കൽ ഏതെല്ലാം നിലകളിൽ ആൾക്കാർ കടന്നു വന്നാലും അവർക്കെല്ലാം അനുഭവിക്കുവാൻ കഴിയും. ചെറിയ ഒരു കാറ്റിന്റെ സുഖമാണ് മതിയെങ്കിൽ അത് ലഭിക്കും. കുറെ കൂടെ ചിലത് പിടിക്കുവാനാണ് ആഗ്രഹമെങ്കിൽ അത് ലഭിക്കും. അല്ല, കുറെ കൂടെ ആഴത്തിലേക്ക് പോകാനാണെങ്കിൽ അത് ലഭിക്കും. ഈ മഹാസമുദ്രത്തിന്റെ ആഴം, ഈ മഹാസമുദ്രത്തിന്റെ വീതി ഇതുവരെയും ആർക്കും കണ്ടുപിടിക്കുവാനായി കഴിഞ്ഞിട്ടില്ല. ബൈബിൾ പണ്ഡിതന്മാർ എന്ന് പറയുന്ന ഒരു സമൂഹം ലോകത്തിലില്ല. അങ്ങനെ ആരും ഇതുവരെയും ജീവിച്ചിട്ടില്ല. ബൈബിളിന്റെ മുൻപിലെ വിദ്യാർത്ഥികളാണ് അപ്പോസ്തലനായ പൗലോസ് ഉൾപ്പെടെയുള്ള ലോകം കണ്ടിട്ടുള്ള എല്ലാ ഭക്തന്മാരും. പൗലോസ് പോലും എഴുതി ഇങ്ങനെ വരുമ്പോൾ നാം അംശമായി അറിയുന്നു എന്ന് പറഞ്ഞിട്ട് പൂർണ്ണമായത് വരുമ്പോൾ അറിയേണ്ടതുപോലെ അറിയുമെന്ന് പറഞ്ഞ് താൻ തന്നെ തന്റെ പരിമിതി സമ്മതിച്ച് ഒഴിഞ്ഞു മാറുകയാണ്. കർത്താവ് പറഞ്ഞു, ജ്ഞാനികൾക്കും ശിശുക്കൾക്കും, ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ചിട്ട് ദൈവം ഇത് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിക്കൊള്ളു. ദൈവത്തിന്റെ ആത്മാവിന്റെ സഹായം കൂടാതെ തിരുവചനത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കില്ല. അതുകൊണ്ട് ദൈവമേ എന്നോട് സംസാരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടിരുന്നാൽ പ്രസംഗിക്കുന്നയാൾ ഒരാശയത്തിൽ തന്നെ സംസാരിച്ചാലും അത് വ്യക്തികളിൽ വിവിധമായ നിലകളിൽ ദൈവത്തിന്റെ ആത്മാവ് ക്രിയ നടത്തിക്കൊണ്ടിരിക്കും. എന്റെ അനുഭവ സാക്ഷ്യത്തിന്റെ ഭാഗമായിട്ട് ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. കൃഷ്ണൻ കണ്ടെത്തി ക്രിസ്തു എന്നുള്ള എന്റെ 71 അനുഭവങ്ങൾ അടങ്ങിയ പുസ്തകത്തിന്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പികൾ
ഇവിടെ ചില സ്നേഹിതന്മാർ എടുത്ത് വിതരണം ചെയ്യുന്നുണ്ട്. എങ്കിലും എൻ്റെ അനുഭവങ്ങളുടെ ചില ഭാഗമായി ഈ യോഗങ്ങളിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ക്രിസ്തുവിനോടുള്ള നമ്മുടെ സ്നേഹം താരതമ്യപ്പെടുത്തി അത് യാഥാർത്ഥ്യമാണോ എന്ന് പഠിക്കേണ്ടതിന് നമ്മെ തന്നെ വിധേയപ്പെടുത്തേണ്ടതാണ്. സാഹചര്യങ്ങളെല്ലാം അനുകൂലമായിരിക്കുമ്പോൾ ഉള്ള വിശ്വാസവും ജീവിതം വളരെ സന്തോഷകരമായിരിക്കുമ്പോഴുള്ള ആരാധനയുടെയും വില, ഇവയെല്ലാം പ്രതികൂലമാകുമ്പോൾ ആ വ്യക്തി എപ്രകാരമായിരിക്കുന്നു എന്നതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മാത്രമേ മനസ്സിലാക്കുവാനായി കഴിയൂ. എല്ലാവരും നമുക്ക് അനുകൂലമായിരിക്കുകയും നല്ല ചുറ്റുപാടായിരിക്കുകയും ചെയ്യുമ്പോൾ ഒരാൾ യേശുവിനെ സ്നേഹിക്കുകയോ പ്രസംഗിക്കുകയോ ചെയ്യുന്നത് അതിന് വിലയുണ്ടെങ്കിൽ തന്നെ ഇതെല്ലാം പ്രതികൂലമായിരിക്കുമ്പോഴും ക്രിസ്തുവുമായിട്ടുള്ള അവന്റെ ബന്ധം എപ്രകാരമായിരിക്കുന്നു എന്നുള്ളത് അതിപ്രാധാന്യമായ ഒരു വിഷയമാണ്. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിന്റെ വലിയ ഒഴുക്കുണ്ടായപ്പോഴും സന്തോഷിച്ച് അതോ പത്രോസ് ഭീകരന്മാരായ സ്വത്രസ്തുതികൾ കേൾക്കാത്ത അട്ടഹാസങ്ങൾ മാത്രമുള്ള ആ ക്രൂശിന്റെ ചുവട്ടിലും തന്റെ ആത്മീക ജീവിതത്തിന്റെ സന്തുലാവസ്ഥ വ്യക്തമായി നമുക്ക് ദർശിക്കുവാനായിട്ട്. ആ നിലകളിലേക്ക് ഒന്നും ഉയരുവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള സത്യം ഞാൻ സമ്മതിക്കുമ്പോൾ തന്നെ എന്റെ ക്രിസ്ത്യ ജീവിതത്തിലും ചില പ്രത്യേക ടെസ്റ്റിംഗ് പീരീഡുകൾ ഉണ്ടായിട്ടുണ്ട്. എന്നെ ഏറ്റവും ബാധിച്ചിട്ടുള്ളത്, എന്റെ ഏറ്റവും ഒരു ബലഹീനത എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ കടമ്പകളെ ചവിട്ടിക്കിടക്കുവാനാണ്. ചെറുപ്രായം മുതൽ എതിർപ്പുകൾ, പ്രശ്നങ്ങൾ, വഴക്ക്, അടി, കൊല ഇങ്ങനെയുള്ള കാര്യമൊക്കെ എനിക്കൊരു പുച്ഛമാണ്. അതിനെ വെറും പുച്ഛമായിട്ടാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ കണ്ടിട്ടുള്ളത്. എന്നാൽ സ്നേഹത്തിന്റെ വേലിക്കെട്ടിനെ അതിജീവിക്കുക എന്നെ സംബന്ധിച്ചിടത്തോളം സാധിക്കാത്ത ഒരു ബലഹീനതയായിരുന്നു. സാത്താൻ അത് നന്നായി മനസ്സിലാക്കി ഉപയോഗിച്ച ഒന്ന് രണ്ട് അവസ്ഥകൾ ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. 1974 യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ഞാൻ 1 വർഷത്തോളം ഞങ്ങളുടെ സ്വന്തം ഗ്രാമപ്രദേശങ്ങളിൽ കർത്താവിനെ പറഞ്ഞുകൊണ്ട് നടന്നു. 1 വർഷം കഴിഞ്ഞപ്പോൾ എന്റെ ജീവിത പടക് കരയിൽ നിന്നും അല്പം അകറ്റുവാൻ ദൈവം എന്നിൽ നിന്ന് ആവശ്യപ്പെട്ടു. അതുവരെ എന്റെ സ്വന്തം മാതാവിന്റെ സ്നേഹ പരിലാളനങ്ങളിൽ, എന്റെ ഭവനത്തിന്റെ തണലിൽ, എന്റെ സ്നേഹിതരോടൊന്നിച്ച് ആയിരുന്നു 1 വർഷമായിരുന്നു. അവരെല്ലാം എന്നെ എതിർക്കുമെന്നുള്ള പ്രതീക്ഷ യേശുവിനെ സ്വീകരിച്ചപ്പോൾ എനിക്കുണ്ടായിരുന്നെങ്കിലും ഞാൻ പ്രതീക്ഷിച്ചതുപോലൊന്നും സംഭവിച്ചില്ല. എന്റെ അമ്മയെ വിട്ട് മാറിപ്പോവുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖകരമായ ഒന്നായിരുന്നു. ഞാനൊരു പാവപ്പെട്ട കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. എന്നാൽ പണത്തിന്റെയോ ഭക്ഷണത്തിന്റെയോ വസ്ത്രത്തിന്റെയോ ക്ഷാമം ഞാൻ അനുഭവിച്ചിരുന്നില്ല. അത് മുഴുവൻ എന്നെ ആ നിലയിലാക്കുവാൻ അനുഭവിച്ചത് എന്റെ അമ്മയായിരുന്നു. എന്റെ അമ്മയുടെ കഷ്ടപ്പാടുകൾ, എന്റെ അമ്മയുടെ ബുദ്ധിമുട്ടുകൾ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് നയിച്ചു എന്നല്ലാതെ ഒരു സമൃദ്ധപരമായ ഒരു പശ്ചാത്തലമായിരുന്നില്ല എന്റെ ചെറുപ്രായത്തിൽ ഞങ്ങളുടെ കുടുംബചരിത്രത്തിൽ. അതുകൊണ്ട് എന്റെ അമ്മയെ വിട്ടു പോകുക, അമ്മയെ വേദനപ്പെടുത്തുക, അമ്മയിൽ നിന്ന് അകന്നിരിക്കുക ചിന്തിക്കാൻ പോലും ഒക്കെ. അമ്മ പട്ടിണി കിടന്നുകൊണ്ട് എനിക്ക് ഭക്ഷണം തന്ന അവസ്ഥകളുണ്ട്. അമ്മ നല്ല വസ്ത്രം ധരിക്കാതെ എനിക്ക് നല്ല വസ്ത്രം വാങ്ങിത്തന്ന സമയങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ യേശുവിനെ സ്വീകരിക്കുന്നതിന് മുൻപേ ഞാൻ ലോകത്തിൽ ഏറ്റവും സ്നേഹിച്ചത് എന്റെ അമ്മയായിരുന്നു. ഈ അമ്മയോട് അനുവാദം ചോദിച്ചിട്ട് വീട് വിട്ടു പോകാൻ കഴിയില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അതുമാത്രമല്ല, എന്റെ അമ്മയോട് ഒരാൾ പറഞ്ഞു പിടിപ്പിച്ചു, നിങ്ങളുടെ മകൻ ഉപദേശിയായി ഇനി സായിപ്പന്മാര് കൊണ്ടുപോകും, അമേരിക്കയെ കൊണ്ടുപോകും, പിന്നെ ഒരിക്കലും മകനെ കിട്ടുകയല്ല എന്ന് അമ്മയോട് പറഞ്ഞു. അമ്മയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക വലുതാണ്. ഒരമ്മയ്ക്ക് മകനേക്കാൾ വലുത് വല്ലതുമുണ്ടോ? അതുകൊണ്ട് എന്റെ ഓരോ ചലനങ്ങളും അമ്മ വീക്ഷിച്ചുകൊണ്ടിരുന്നു. ഞാൻ പോകരുതേ എന്നുള്ള ആഗ്രഹം എന്റെ അമ്മയിൽ ഭരിച്ചുകൊണ്ടിരുന്നു. അമ്മ അറിയാതെ തന്നെ ഞാൻ യാത്രയ്ക്ക് വേണ്ടിയുള്ള ക്രമീകരണം ഒരുക്കി. എനിക്ക് ഉദ്ദേശം 19 വയസ്സ് പ്രായം. അന്ന് ഞാൻ സുവിശേഷ വേലയ്ക്ക് പോയാൽ എന്റെ ചെറിയ ചിന്തയാണ്, എന്റെ ഉടുപ്പ് കീറിയാൽ എനിക്ക് ആരുടുപ്പ് വാങ്ങിത്തരുമോ? എനിക്ക് പണത്തിന്റെ ആവശ്യം വരുമ്പോൾ ആരെന്നെ സഹായിക്കും? അപ്പോൾ സുവിശേഷ വേലയ്ക്ക് സഹായിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ലോകത്തിലുണ്ട് എന്നുള്ളത് എനിക്ക് അജ്ഞാതമാണ്. ഞാൻ അങ്ങനെ കരനീട്ടി വാങ്ങിയിട്ടില്ല, ഞാൻ കൊടുത്തിട്ടുമില്ല. ഞങ്ങളുടെ പാസ്റ്റർക്ക് എന്തെങ്കിലും സഹായിച്ചാൽ സഹായിച്ചു. ഇതല്ലാതെ
ഈ ആ ഒരു കാഴ്ചപ്പാടേ എന്റെ മനസ്സിൽ വന്നിട്ടില്ല, അറിഞ്ഞുകൂടാ. അപ്പോൾ എന്റെ ചിന്ത, എന്റെ ഉടുപ്പ് കീറിയാൽ എനിക്ക് ആര് വാങ്ങിത്തരും? അതുകൊണ്ട് അന്ന് ഞങ്ങളുടെ നാട്ടിൽ ഏറ്റവും നല്ല തുണിയായിരുന്ന ജപ്പാൻ പോളിസ്റ്റർ ആയിരുന്നു. ജപ്പാൻ പോളിസ്റ്ററിന്റെ 5 ഉടുപ്പുകൾ ഞാൻ തയ്പ്പിച്ചു. അപ്പോൾ ഈ 5 ഉടുപ്പും കീറിപ്പോകുമെന്നും ഞാൻ പ്രായമാകും തോറും അതെനിക്ക് ഉപയോഗിക്കാൻ കഴിയാതെ വരുമെന്നും പിന്നെ എനിക്ക് ആവശ്യമായി വരുമെന്നും ഒന്നും ചിന്തിക്കാൻ അന്ന് കഴിഞ്ഞില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം 5 ഉടുപ്പെന്ന് പറഞ്ഞാൽ അന്ന് വലിയ കാര്യമാണ്. ഒരു സൂട്ട് കേസും ഒക്കെ സംഘടിപ്പിച്ചു. എന്റെ ഭാവവ്യത്യാസവും പതിവില്ലാതെ ഷർട്ടും ഒക്കെ തയ്പ്പിക്കുകയും സൂട്ട് കേസും ഒക്കെ മേടിച്ചുകൊണ്ട് വരികയും ചെയ്തപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി. കാരണം അമ്മയുടെ മനസ്സിലുണ്ട്, നിങ്ങളുടെ മകനെ ഇനി സാഹിബ്മാര് കൊണ്ടുപോകും, പിന്നെ കിട്ടുകയല്ല. അമ്മയ്ക്ക് കാര്യം മനസ്സിലായി. ഒരു ദിവസം എന്റെ അമ്മ എന്റെ അടുക്കിലേക്ക് വന്നപ്പോഴേ എന്റെ അമ്മയുടെ കണ്ണ് നിറഞ്ഞു. എന്റെ അമ്മയുടെ കണ്ണുനീർ എനിക്ക് കാണുവാൻ കഴിയില്ലെന്ന് അമ്മയ്ക്കറിയാം. കണ്ണ് നിറഞ്ഞു. അമ്മ എന്നോട് ചോദിച്ചു, മോനെ, നീ ഞങ്ങളെ വിട്ടിട്ട് പോവുകയാണോ? അമ്മ ആ വാക്ക് പറയുമ്പോൾ 100 അർത്ഥങ്ങൾ അതിലുണ്ട്. ഇത്രയും നാളും ഞാൻ നിന്നെ കഷ്ടപ്പെട്ട് വളർത്തി, നിനക്കൊരുവിധം ആരോഗ്യമായി, എന്നെ തിരിച്ചു ശുശ്രൂഷിക്കേണ്ട ഈ കാലഘട്ടങ്ങളിൽ നീ അതെല്ലാം മറന്നു പോവുകയാണോ എന്നാണ് ഒരർത്ഥം. മറ്റൊന്ന്, നിങ്ങൾക്ക് വേണ്ടി എന്റെ ജീവിതം മുഴുവൻ മാറ്റിവെച്ച് നിങ്ങളുടെ മാത്രം വളർച്ചയും സന്തോഷവും കണ്ട ഈ അമ്മയെ നീ ഉപേക്ഷിക്കുകയാണോ എന്നായിരുന്നു എന്റെ അമ്മയുടെ ആ വാക്കിന്റെ അർത്ഥം. അത് മറ്റാരേക്കാളും എനിക്കറിയാം. എന്റെ ഹൃദയം തകർന്നുപോയി, എന്റെ കണ്ണും നിറഞ്ഞു. ഒരു വലിയ തെരഞ്ഞെടുപ്പിന്റെ മുൻപിൽ ഞാൻ നിൽക്കുകയാണ്. സ്നേഹിക്കുന്ന മാതാപിതാക്കൾ സുവിശേഷ വേലയ്ക്ക് പോകാൻ പറഞ്ഞാൽ ബൈബിളുമായിട്ട് പോകുന്ന എത്ര എളുപ്പം. ആഴമായി സ്നേഹിക്കുന്ന ഒരു അമ്മ സുവിശേഷ വേലയുടെ അർത്ഥമോ യേശുവിനെ കുറിച്ചുള്ള സ്നേഹമോ അറിയാതെ മകന് വേണ്ടി ജീവിച്ച് മകനെ കഷ്ടപ്പെട്ട് വളർത്തിയ ഒരു അമ്മ തന്റെ മകൻ നഷ്ടപ്പെടുന്നുവെന്നുള്ള ആ ബോധത്തിലുള്ള സംസാരം എത്ര ആഴമാണ്. ഞാൻ അവിടെ നിന്ന് എന്റെ അമ്മയെയും എന്റെ യേശുവിനെയും മനസ്സിൽ ഞാനൊന്ന് കൊണ്ടുവന്നു. ഗോൽഗോത്തായിൽ എന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി സ്വന്തം പിതാവിനാൽ തള്ളപ്പെട്ട് എനിക്ക് വേണ്ടി ഏകനായി കഷ്ടത അനുഭവിക്കുന്ന എന്റെ യേശു, എന്നെ വളർത്തിയ, എന്നെ പ്രസവിച്ച, എന്നെ ജീവന് തുല്യം സ്നേഹിച്ച എന്റെ അമ്മയെ മാറി മാറി നോക്കി. ഞാൻ പറഞ്ഞല്ലോ, ഒരാൾ കടാരയുമായിട്ട് വന്നിരുന്നെങ്കിൽ ഞാൻ വെറും പുച്ഛിച്ച് തള്ളിയാണ്. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതെന്റെ ബ്ലഡിലുള്ള ഒരു പ്രത്യേക സ്വഭാവമാണ്. എന്നാൽ ഇതിന്റെ മുൻപിൽ ഞാൻ മെഴുകുപോലെ ഉരുകുന്ന പോലെ തോന്നി. അവസാനമായിട്ട് എന്റെ യേശുവിനെ സ്നേഹിക്കുന്നതാണ്. കർത്താവ് പറഞ്ഞു, എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ സ്നേഹിക്കുന്നവൻ എന്റെ ശിഷ്യനായിരിക്കാൻ സാധിക്കുകയില്ല. പരമമായ സ്നേഹം യേശുവിൽ ചെല്ലണമെന്നല്ലാതെ നാം നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കരുതെന്ന് ആ വാക്യത്തിൽ അർത്ഥമില്ല. ഞാൻ എന്റെ അമ്മയോട് പറഞ്ഞു, അമ്മ ഒരു രോഗിയായിട്ട് ഇവിടെ കിടന്നാലും ഈ ബൈബിളുമായിട്ട് ഞാൻ യേശുവിന്റെ സാക്ഷ്യം വഹിക്കുവാൻ പോവുകയല്ലാതെ ഇനി എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. എന്റെ ഹൃദയം ഞാൻ യേശുവിന് കൊടുത്തുപോയി. എന്റെ ഹൃദയത്തിൽ യേശുവിന്റെ സ്നേഹം നിറഞ്ഞു നിൽക്കുന്നു. എനിക്ക് രണ്ടാമത് മാത്രമേ അമ്മയെ സ്നേഹിക്കാൻ കഴിയൂ. പാവം എന്റെ അമ്മയ്ക്കത് മനസ്സിലായില്ല. ഞാൻ അവിടുന്ന് കർത്താവിന്റെ വേലയ്ക്കായി കടന്നുപോയി. ആ സ്നേഹത്തിന്റെ ആയുധം വീണ്ടും ഉപയോഗിക്കപ്പെട്ടു. യുപിയിൽ ഒരു ഗ്രാമത്തിൽ ഞാൻ കർത്താവിന്റെ സാക്ഷ്യം വഹിക്കുമ്പോൾ എന്റെ വീടിനടുത്തുനിന്ന് എന്റെ അയൽവാസിയായ ഒരു സ്നേഹിതൻ ഒരു കത്തെഴുതി. ആ കത്തിൽ ഒത്തിരി അതിശോക്തി ഉണ്ടായിരുന്നു. ആ സന്ദർഭം എന്റെ അമ്മ ഒരു അനാഥയെ പോലെ റോഡിൽ നിൽക്കുന്നതായിട്ടും എന്റെ മൂത്ത സഹോദരന് ഒരു മാനസിക അസ്വസ്ഥത ഉണ്ടായിട്ട് എന്റെ അമ്മയെ അഥവാ തന്റെ അമ്മയെ കൊല്ലുവാൻ ഒരുങ്ങിയെന്നും എന്റെ അമ്മ ഭയന്ന് വീട്ടിൽ നോടിയെന്നും ഭക്ഷണം കഴിക്കാതെ റോഡിൽ നിൽക്കുന്നത് അദ്ദേഹം കണ്ടുവെന്നും ആകയാൽ ഈ കത്ത് കിട്ടിയാലുടൻ വേഗം വരണമെന്നുള്ളതായിരുന്നു ആ കത്ത്. ആ കത്തിൽ പറഞ്ഞത് പലതും ശരിയായിരുന്നെങ്കിലും ഒത്തിരി അതിശോക്തി ഉണ്ടായിരുന്നു. മൈലുകൾക്കകലെ കഴിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ കത്ത് എത്ര വേദന ഉണ്ടാക്കുമെന്ന് ആ എഴുത്തുകാരൻ ചിന്തിച്ചില്ല. പോസ്റ്റ്മാൻ ഈ കത്ത് കൊണ്ടുതന്നു. ഞങ്ങളുടെ സ്വന്തം ദേശത്തുനിന്ന് വന്ന കത്ത്, എന്റെ അയൽവാസിയുടെ കത്ത്. എനിക്ക് വലിയ സന്തോഷം തോന്നി.
പൊട്ടിച്ച് ഓരോ വാചകങ്ങൾ വായിക്കുന്തോറും എന്റെ കൈകൾ വിറയ്ക്കുവാൻ തുടങ്ങി. എന്റെ മനസ്സിൽ എന്റെ അമ്മ റോഡിൽ അനാഥയായി നിൽക്കുന്നതും, എന്റെ ജ്യേഷ്ഠൻ മാനസിക രോഗിയായി നടക്കുന്നതും, പിന്നെ രാത്രിയിൽ ഉറങ്ങുമ്പോൾ കൊലപാതകം നടക്കുന്നതും രക്തമൊഴുകുന്നതുമെല്ലാം എന്റെ മനസ്സിൽ വരികയാണ്. എന്റെ അടുത്ത ടെസ്റ്റിലേക്ക് ഞാൻ എത്തുകയാണ്. ഈ സന്ദർഭത്തിൽ എനിക്ക് ഏതായിരിക്കും വലുത്? എന്റെ കയ്യിലിരിക്കുന്ന ട്രാക്റ്റുകളും സുവിശേഷ പ്രതികളും ദൈവം എന്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന സുവിശേഷവുമാണോ, എന്റെ അമ്മയുടെ അവസ്ഥയാണോ എന്നുള്ള ചിന്ത എന്നെ ശക്തമായി ഭരിച്ചു. മാനുഷികമായ നിലയിലുള്ള ചിന്തകളെക്കാൾ ദൈവിക സ്നേഹത്തിലേക്ക്, അപ്പനേക്കാളും അമ്മയെക്കാളും മറ്റാരേക്കാളും യേശുവിനെ സ്നേഹിക്കുന്ന ആ മാനസിക അവസ്ഥയിലേക്ക് ഉയർന്നു വരുന്നതിനുള്ള ഒരു പ്രത്യേക ടെസ്റ്റിന്റെ മുൻപിൽ നിന്നാൽ, ദൈവത്തിന്റെ ടെസ്റ്റിൽ ജയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ എന്റെ ഹൃദയത്തെ ആവോളം ധൈര്യപ്പെടുത്തി പകൽ ഭവനങ്ങൾ കയറിയും ഗ്രാമങ്ങളിൽ യേശുവിനെ പ്രസംഗിച്ച് നടന്നു. രാത്രിയിൽ ഞങ്ങളുടെ ക്യാമ്പിൽ വരും. പകലത്തെ ഈ ചൂടും പല ആൾക്കാരുമായിട്ടുള്ള പരിചയമൊക്കെ കാരണം ചിലപ്പോൾ ആ വീട്ടിലെ കാര്യങ്ങളെല്ലാം മറക്കും. രാത്രിയിൽ കിടക്കുമ്പോൾ, നിശബ്ദമാകുമ്പോൾ എനിക്ക് മാത്രം ഉറക്കം വരികയില്ല. അഥവാ ഞാൻ ഉറങ്ങിപ്പോയാൽ എന്റെ മനസ്സിൽ വരുന്ന ചിന്ത എന്റെ അമ്മ വധിക്കപ്പെട്ടതായിട്ടും രക്തമൊഴുകുന്നതുമായിട്ടുള്ള കാഴ്ചയാണ്. ആ കത്ത് അത്രമാത്രം എന്റെ മനസ്സിനെ മുറിവേൽപ്പിച്ചു കഴിഞ്ഞു. മുട്ടുമടക്കി ഞാൻ പ്രാർത്ഥിച്ചു, യേശുവേ, എന്റെ അമ്മയെക്കാൾ അധികം ഞാൻ അങ്ങേ സ്നേഹിക്കാം. പക്ഷെങ്കിൽ എന്റെ ജ്യേഷ്ഠൻ, എന്റെ അമ്മ, അവർ രണ്ടുപേരും എന്റേതാണ്. ഈ പ്രശ്നത്തിന് അവിടെ നിന്നൊരു പരിഹാരം വരുത്തണം. എനിക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഈ കത്തിലൂടെയുള്ള സാഹചര്യമല്ലാതെ വീട്ടിൽ നിന്നും മറ്റൊന്നും എനിക്ക് കത്തുകൾ ലഭിച്ചിട്ടില്ല. അങ്ങനെ ഒരു മാസം ഞാൻ കർത്താവിന്റെ സാക്ഷ്യമോടെ വഹിച്ചുകൊണ്ടേയിരുന്നു. ഒരു മാസത്തിന് ശേഷം എന്റെ അമ്മയുടെ കത്ത് എനിക്ക് കിട്ടി. ആ കത്ത് ഇങ്ങനെയായിരുന്നു. അന്ന് ഞാൻ ഹരിയാന ഗ്രേസ് ബൈബിൾ കോളേജിലെ ഒരു വിദ്യാർത്ഥിയാണ്. വെക്കേഷൻ സമയത്ത് UP-യിൽ പ്രവർത്തിക്കുവാൻ പോയതാണ്, ഓപ്പറേഷൻ മൊബിലൈസേഷൻ എന്ന സംഘടനയിൽ. എന്റെ അമ്മയുടെ കത്ത് എനിക്ക് വന്നു. ആ കത്തിൽ ഇങ്ങനെയായിരുന്നു: മകനെ, നിന്റെ പഠിത്തമെല്ലാം പൂർത്തിയായി, നീ മിടുക്കനായി മടങ്ങി വരുന്ന കാണുവാൻ ഈ അമ്മ ആഗ്രഹിക്കും. അന്ന് എന്റെ അമ്മ രക്ഷിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോൾ വീട്ടിൽ പ്രശ്നങ്ങളൊന്നുമില്ല. നിന്റെ ജ്യേഷ്ഠൻ സുഖമായിരിക്കുന്നു, സന്തോഷമായിരിക്കുന്നു. ഞാനിപ്പോൾ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് എന്നുള്ള എന്റെ അമ്മയുടെ കത്ത് കിട്ടി. ഒരു മാസങ്ങൾക്ക് ശേഷം എന്റെ ഹൃദയത്തിലുണ്ടായ സന്തോഷത്തെ എനിക്ക് പറഞ്ഞറിയിക്കുവാൻ കഴിയുന്നതിലും അപ്പുറമായി. അബ്രഹാമിനോട് തന്റെ ഏക മകനെ തന്നെ, താൻ സ്നേഹിക്കുന്ന മകനെ തന്നെ ദൈവത്തിനു വേണ്ടി യാഗം കഴിക്കുവാൻ ആവശ്യപ്പെടുന്ന വേളകളിലാണ് താനും ദൈവവുമായിട്ടുള്ള സ്നേഹത്തിന്റെ ടെസ്റ്റ് നടക്കുന്നത്. അല്ലാതെ ഒരു മുതലുമുടക്കുമില്ലാതെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു എന്ന് ആർക്കാണ് പറയുവാൻ മേലാത്തത്? എന്നാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്റെ അമ്മയെക്കാളധികം ഞാൻ യേശുവിനെ സ്നേഹിച്ചത് കൊണ്ട് എന്റെ അമ്മയ്ക്ക് ഇതുവരെയും ഒരു ദോഷമുണ്ടായിട്ടില്ല. എന്റെ അമ്മ രക്ഷിക്കപ്പെട്ടു, എന്റെ അമ്മ സ്നാനപ്പെട്ടു, എന്റെ അമ്മയെ ദൈവം മാനസികമായും ഭൗതികമായും താന് മുൻപായിരുന്നതിനേക്കാൾ സ്വർഗത്തിലെ ദൈവം ഉയർത്തി. ഒരാൾ തന്റെ അപ്പനേക്കാൾ അമ്മയേക്കാൾ യേശുവിനെ സ്നേഹിക്കാൻ തയ്യാറാകുമ്പോൾ ആ മാതാപിതാക്കളെ അവർ മുൻപായിരുന്നതിനേക്കാൾ അധികം നന്മയിലേക്ക് ഉയർത്തുകയല്ലാതെ ദൈവം അവരെ തകർത്ത് കളയുകയില്ല. ഒരു മകന് തന്റെ അപ്പനും അമ്മയ്ക്കും എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതിനേക്കാൾ കൂടുതൽ സ്വർഗം അവർക്ക് വേണ്ടി ചെയ്യും. എന്നാൽ ദൈവത്തെ സ്നേഹിക്കാതെ മറ്റാരെയെങ്കിലും സ്നേഹിച്ച് അവന്റെ സമയവും പണവും എല്ലാം അതിനുവേണ്ടി ഉപയോഗിച്ചാൽ അതവന് പ്രയോജനപ്പെടുകയില്ലെന്ന് മാത്രമല്ല, അതവർക്ക് മിക്കവാറും ദ്രോഹമായിരിക്കും. മറ്റൊരു സന്ദർഭത്തിൽ ഉണ്ടായ ഒരു സംഭവം ഞാൻ ഓർക്കുന്നു. എന്റെ വീടിനടുത്ത് ഒരു 7 കിലോമീറ്റർ അകലെ ഒരു സ്ഥലത്ത് കർത്താവിന്റെ സാക്ഷ്യം വഹിക്കുവാനായിട്ട് ഞങ്ങൾ ഒരു ടീമായിട്ട് കടന്നുപോയി. ഇപ്പോൾ രാമേശ്വരത്ത് പ്രവർത്തിക്കുന്ന പാസ്റ്റർ പൗലോസ് അടങ്ങിയ ഒരു ടീം. പുകച്ചുരുളുകൾ ആകാശത്തിലേക്ക് ഉയരുന്നത് കണ്ടു. എവിടെയോ തീപിടുത്തമുണ്ടായെന്ന് മാത്രമേ അറിയത്തുള്ളൂ. അടുത്ത പ്രഭാതം എനിക്ക് നല്ല സുഖമില്ല. അന്ന് രാത്രിയിൽ ഞാൻ പ്രസംഗിക്കേണ്ടതാണ്. കുറെ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പാസ്റ്റർ കൊച്ചറ സാറിൻ ഫെലോഷിപ്പ് ചർച്ചിലെ
എന്റെ മാതൃസഭയിലെ പാസ്റ്റർ ഈ 7 കിലോമീറ്റർ രാവിലെ നടന്ന് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് അദ്ദേഹം വന്നു. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പോള് വീട് വരെ ഒന്ന് വരണം. കഴിഞ്ഞ ദിവസം നിങ്ങളുടെ വീടിന് ഒരു ചെറിയ തീപിടുത്തം ഉണ്ടായി. ഇപ്പോഴേ എനിക്ക് മനസ്സിലായി 7 കിലോമീറ്റർ അകലെ ഞങ്ങൾ കണ്ടതായ പുകച്ചുരുൾ ഞങ്ങളുടെ വീടായിരുന്നു. ഞാൻ എളുപ്പം ആ പാസ്റ്ററുടെ കൂടെ എന്റെ വീട്ടിലേക്ക് പോയി. എന്നെ അപ്പോൾ ഭരിച്ചത് ഞങ്ങളുടെ വീട് കത്തി എന്നതിനേക്കാൾ അധികം അന്ന് ഞാൻ പ്രസംഗിക്കേണ്ടതാണ്. അന്നാരും എന്റെ വീട്ടിൽ നിന്ന് രക്ഷിക്കപ്പെട്ടിട്ടില്ല. വീട് കത്തിയ പശ്ചാത്തലത്തിൽ എനിക്കിന്ന് പ്രസംഗിക്കാനുണ്ട് എന്ന് പറഞ്ഞ് ദുഃഖിതരായിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ വിട്ടു വന്നാൽ ഹൈന്ദവരായിരിക്കുന്നവരെന്ത് ചിന്തിക്കും? എന്റെ ദൈവമേ, എനിക്കിന്ന് പ്രസംഗിക്കുവാനുള്ളൊരു സാഹചര്യം ഒരുക്കി തരണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഞാൻ നടന്നു. ഞങ്ങളുടെ വീട്ടിൽ ചെന്നപ്പോൾ കണ്ടതായ കാഴ്ച ഒരു വലിയ ചാമ്പൽ കൂമ്പാരം. പുകച്ചുരുളുകൾ അപ്പോഴും ഉയരുന്നുണ്ട്. മുഴുവൻ കത്തിച്ചാമ്പലായിട്ടില്ല. കുറെ സാധനങ്ങളുമൊക്കെ പുറത്ത് കിടക്കുന്നു. എന്റെ അമ്മയും സഹോദരന്മാരും അവിടെ ഇരിക്കുന്നു. കുറെ നാട്ടുകാർ അവിടെ കൂടിയിട്ടുണ്ട്. എന്റെ അമ്മ രക്ഷിക്കപ്പെട്ടിട്ടില്ല. എന്റെ അമ്മ എന്റെ അടുക്കിലേക്ക് ഓടി വന്നു. എന്റെ സന്തോഷം എന്റെ അമ്മയുടെ ജീവിതത്തിന്റെ ഒരു ഘടകമായിരുന്നു. എന്റെ അമ്മ എന്റെ അടുക്കിലേക്ക് വന്ന് എന്നെ ആശ്വസിപ്പിക്കാൻ തുടങ്ങി. എന്നോട് പറഞ്ഞു, മോനെ സാരമില്ല, നിനക്കിന്ന് പ്രസംഗിക്കാനുണ്ടെങ്കിൽ പൊക്കോളാൻ പറഞ്ഞു. അമ്മയിലൂടെ ദൈവാത്മാവ് വ്യാപരിച്ചു എന്ന് മാത്രമേ എനിക്ക് പറയാൻ ഒക്കൂ. ഞാൻ അന്ന് രാത്രിയിൽ പോയി പ്രസംഗിച്ചു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് വീട് തരികയുണ്ടായി. ചെറിയ വീടുകളാണെങ്കിലും ഞങ്ങളുടെ സഹോദരങ്ങൾക്കും ഞങ്ങൾക്കും തന്ന വീടുകളിൽ താമസിക്കുവാൻ ആളില്ലെന്നല്ലാതെ ആർക്കും വീടില്ലാത്ത അനുഭവം ഞങ്ങളുടെ കുടുംബത്തിലില്ല. അത് കഴിഞ്ഞാണ് ഞങ്ങൾക്ക് വീടുകൾ ഉണ്ടായിട്ടുള്ളത്. സാഹചര്യങ്ങളുടെ മുൻപിൽ നമ്മുടെ ജീവിതത്തെ വിലയിരുത്തി യേശുക്രിസ്തുവിനെ നമ്മൾ സ്നേഹിക്കുന്നു എന്ന് കാണേണ്ടതാണ്. നിർഭാഗ്യവശാൽ ദൈവത്തെ ഇന്ന് മനുഷ്യൻ സ്നേഹിക്കുന്നതിന്റെ പശ്ചാത്തലം വേറെ ഏതോ നിലയിലായിപ്പോയി. നരകത്തിൽ പോകാതിരിക്കാൻ, രോഗം സൗഖ്യമാകാൻ, പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ വളരെ സ്മൂത്താകാൻ, ഭൗതികമായെല്ലാം അനുഗ്രഹിക്കപ്പെടാൻ, സ്വർഗം കിട്ടാൻ, ഇതിനെല്ലാം സ്നേഹിക്കുന്നതല്ല സ്നേഹം. സ്നേഹമെന്നുദ്ദേശിക്കുന്നത് ഒന്നും പ്രതീക്ഷിക്കാതെ നിസ്വാർത്ഥമായതിനാണ് സ്നേഹമെന്ന് പറയുന്നത്. ദൈവം പത്രോസിനോട് ചോദിച്ചു, ഇവയിലധികമായി പത്രോസേ, നീ എന്നെ സ്നേഹിക്കുന്നു. ആ സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല. അത് രോഗം വരുമ്പോൾ, ദുഃഖം വരുമ്പോൾ, പണനഷ്ടം വരുമ്പോൾ ഉതിർന്നു പോകുകയില്ല, നിരാശ വരികയില്ല. അത് കൂടുമ്പോൾ സന്തോഷം വരികയുമില്ല. കാരണം ആ സ്നേഹം ഭൗതികമായി യാതൊന്നുമായി ബന്ധപ്പെട്ടതല്ല, അത് ക്രിസ്തുവിന്റെ ക്രൂശുമായി ബന്ധപ്പെട്ടതാണ്. ആഴമേറിയ സ്നേഹത്തിലേക്ക് വരുവാൻ ദൈവം എന്നെയും നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലത്തെ ചിന്തയ്ക്കായി കഴിഞ്ഞ ദിവസം നാം വായിച്ച വേദഭാഗത്തിലേക്കാണ്. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിന്റെ 28-ാം വാക്യം. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം ഭക്തിയുള്ളവരായി ദൈവത്തിന്റെ സേവ ചെയ്യുക. ഞാൻ ആദ്യം ഓർമ്മിപ്പിച്ചതുപോലെ കർത്താവിന്റെ വരവും അനന്തര സംഭവങ്ങളും എന്നുള്ള വിഷയത്തോടുള്ള ബന്ധത്തിൽ ആ മഹാസാഗരത്തിന്റെ ഒരു ഭാഗത്ത് മാത്രമേ നാം എത്തിയിട്ടുള്ളൂ. ഇനി അടുത്ത 1-ാം തീയതി മുതൽ ഇവിടെ ഒരാഴ്ച നടത്തുവാൻ ആഗ്രഹിക്കുന്ന യോഗത്തിലും വിഷയങ്ങളെല്ലാം പൂർത്തീകരിക്കാമെന്നുള്ള വിശ്വാസം എനിക്കില്ല. കാരണം ദൈവത്തിന്റെ വചനം അത്ര ആഴമാണ്. ഇനിയും ദൈവം ഈ ഖത്തറിന്റെ പ്രദേശങ്ങളിൽ അനുഗ്രഹീതന്മാരായ ദൈവദാസന്മാരെ അയക്കും. അവരിലൂടെ നിങ്ങൾക്ക് കൂടുതൽ പഠിക്കുവാൻ കർത്താവ് സഹായിക്കും.
നല്ല നല്ല പുസ്തകങ്ങൾ ഈ ഖത്തറിൽ തന്നെ കിട്ടുവാനായിട്ടുണ്ട്. അങ്ങനെയുള്ള പുസ്തകങ്ങൾ വാങ്ങി വായിക്കുവാനായി ദൈവം സഹായിക്കട്ടെ. എന്നെ ദൈവം പല നിലകളിലാണ് വിഷയങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അനുഗ്രഹീതന്മാരായ ദൈവദാസന്മാർ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളിലൂടെയും ദൈവവചനത്തിന്റെ പഠനങ്ങളിലൂടെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായത്തിലൂടെയുമാണ് ഞാൻ ഈ പ്രസംഗിക്കുന്നത്. അപ്പോൾ ധാരാളം പുസ്തകങ്ങൾ ഈ ഖത്തറിൽ തന്നെ നമ്മുടെ സഹോദരന്മാരുടെ കയ്യിൽ പലർക്കുമുണ്ട്. അത് വാങ്ങി വായിച്ച് ദൈവവചനത്തിൽ ഒരാഴമേറിയ ഉറപ്പ് നമുക്കുണ്ടാകേണ്ടത് ഈ നാളുകളിൽ വളരെ അനിവാര്യമാണ്. ഈ പ്രസംഗങ്ങളുടെ കാസറ്റുകളെല്ലാം എഡിറ്റ് ചെയ്ത് സൂക്ഷിക്കുന്നത് നല്ലതാണ്. നാളെ ഒരു സുപ്രഭാതത്തിൽ ഇത് കേൾക്കുവാനുള്ള സ്വാതന്ത്ര്യമോ ദൈവദാസന്മാർക്ക് ഇവിടെ വരുവാൻ അവസ്ഥയോ ഉണ്ടായാൽ അത് നിങ്ങൾക്ക് സഹായമാകും. പെട്ര എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്ന് ബൈബിളുകളും താൽപറ്റും യഹൂദന്മാർ കൊണ്ടുപോയി അടുക്കി വെക്കുന്നു. വരുവാനെന്ന് ഇരിക്കുന്ന പീഡനകാലങ്ങളിൽ അവരവിടെ പോയി പാർക്കുമെന്നും ആ സമയത്ത് അവർ വായിക്കേണ്ടതിന് വേണ്ടിയുള്ള പുസ്തകങ്ങൾ ഇപ്പോൾ അവിടെ അവർ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പത്തിനു വേണ്ടിയുള്ള വിശപ്പല്ല, വെള്ളത്തിനു വേണ്ടിയുള്ള ദാഹവുമല്ല, ദൈവമേ നിന്റെ വചനത്തിനായിട്ടുള്ള ദാഹം, വിശപ്പ്. ആ കാലഘട്ടം ഉണ്ടാകുന്നതിന് മുൻപായി ഈ കേൾക്കുന്ന വചനങ്ങൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കഴിഞ്ഞ ദിവസം നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ കുവൈറ്റ് ഇൻവേഷനും സോവിയറ്റ് യൂണിയന്റെ തകർച്ചയും ജർമ്മനിയുടെ ഉയർച്ചയും തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. യേശുവിന്റെ രാജ്യത്തോടുള്ള ബന്ധത്തിൽ ഇന്നും ചില വിഷയങ്ങൾ നമ്മൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ബൈബിൾ പറയുന്നു, ഈ ദുഷ്ടതയുള്ള ലോകത്തിൽ, ഈ അനീതിയുള്ള ലോകത്തിൽ, കൊലപാതകയും കൊള്ളയും ബലാത്സംഗവും ഭീകരതയും അനീതിയും നിറഞ്ഞിരിക്കുന്ന ലോകത്തിൽ, മനുഷ്യന്റെ ജീവനും സ്വത്തിനും സ്വാതന്ത്ര്യത്തിനും വിലയില്ലാതിരിക്കുന്ന ഈ ലോകത്തിൽ, ആർക്കും ആരുമാകുവാൻ കഴിയുന്ന ഈ ലോകത്തിൽ, ആർക്കും ആരെയും കൊല്ലുവാൻ കഴിയുന്ന ഈ ലോകത്തിൽ, ഒന്നിനും സുരക്ഷിതയില്ലാത്ത ഈ ലോകത്തിൽ ജനങ്ങൾ നെടുവീർപ്പിട്ട് സുരക്ഷിതത്വമുള്ള ഒരു നല്ല ഭരണകൂടം ഉണ്ടാകേണ്ടതിന് വേണ്ടിയുള്ള പ്രക്ഷോഭണങ്ങൾ ലോകമെമ്പാടും കാണാം. അതിനുവേണ്ടി ആയിരങ്ങൾ പിടഞ്ഞു മരിക്കുന്നു. ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും ഭാരതത്തെ സ്വതന്ത്രമാക്കുവാൻ എത്രയോ പേർ മരിച്ചു. ഭാരതം സ്വതന്ത്രമായെങ്കിലും ഇന്നും ഭാരതത്തിന്റെ ഗ്രാമങ്ങളിൽ എന്താണ് നടക്കുന്നത്? അതുപോലെ ഓരോ രാജ്യങ്ങളിലും സമാധാനപരമായൊന്ന് കഴിയേണ്ടതിനു വേണ്ടി വലിയ പ്രക്ഷോഭണങ്ങൾ ഉണ്ടാക്കി, അട്ടിമറികൾ നടത്തി, ഭരണകൂടങ്ങളിൽ പരിവർത്തനം നടത്തിയ ഇവരെല്ലാം പരാജയപ്പെട്ടു. ആർക്കും ഇവിടെ സമത്വ സുന്ദരമായ സാഹോദര്യത്വം നിറഞ്ഞ ഒരു ഭരണകൂടം കെട്ടിപ്പണിയുവാൻ കഴിയുകയില്ല എന്നുള്ള സത്യം എല്ലാവരും മുട്ടുമടക്കി സമ്മതിച്ചിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ ബൈബിളിലെ പ്രവചനം വളരെ അന്വർത്ഥമാണ്. ഈ രാജാക്കന്മാരുടെ കാലത്ത് എന്ന് പറഞ്ഞാൽ അനീതി നിറഞ്ഞിരിക്കുന്ന കാലത്ത്, അപകടങ്ങൾ പതിയിരിക്കുന്ന കാലത്ത്, പാപമംഗലമായ കാലത്ത്, കൊലപാതകവും വ്യഭിചാരവും നിറഞ്ഞിരിക്കുന്ന കാലത്ത്, കൊള്ളയും കൊള്ളിവയ്പും നിറഞ്ഞിരിക്കുന്ന കാലത്ത്, സ്വത്തിനും ജീവനും യാതൊരു സുരക്ഷിതവുമില്ലാത്ത കാലത്ത്, സമാധാനമുള്ള, സന്തോഷമുള്ള, ഐശ്വര്യമുള്ള, ക്ഷാമമില്ലാത്ത, രോഗമില്ലാത്ത, ദുഃഖമില്ലാത്ത, യുദ്ധമില്ലാത്ത, സന്തോഷമുള്ള ഒരു രാജ്യം സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനായ യേശു ക്രിസ്തു മുഖാന്തരം ഇവിടെ സ്ഥാപിക്കും. ആ രാജ്യത്തിന് ബൈബിൾ പറയുന്നത് ഇളകാത്ത രാജ്യമെന്നാണ്. വളരെ സുരക്ഷിതമായി തലമുറകളോളം ഭരിക്കുവാൻ ആഗ്രഹിച്ച എത്രയോ ഭരണകൂടങ്ങൾ ഇവിടെ തകർന്നടിഞ്ഞു പോയി. ഇവിടെ ഇളകാത്ത ഒരു സാമ്രാജ്യവുമില്ല, ഇവിടെ ഇളകാത്ത ഒരു ഭരണകൂടവുമില്ല. 1000 വർഷം തുടർച്ചയായി ഭരിച്ച ഒരു രാജകുടുംബവും ഇന്ന് ഈ ഭൂമിയിലില്ല. ആരെക്കൊണ്ടും അത് സാധിച്ചിട്ടുമില്ല, നാളെ സാധിക്കുകയുമില്ല. എന്നാൽ ഒരു സഹസ്രാബ്ദം, 10 നൂറ്റാണ്ടുകൾ, 1000 വർഷം യേശു അക്ഷരാർത്ഥത്തിൽ ഈ ഭൂഗോളത്തെ മുഴുവൻ ഭരിക്കുവാൻ പോവുകയാണ്.
വിശുദ്ധന്മാർ അവനോടൊന്നിച്ച് രാജാക്കന്മാരായി ഭരിക്കുവാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആസന്ന ഭാവിയിൽ ഇന്ത്യയും റഷ്യയും അമേരിക്കയും കാനഡയും ന്യൂസിലൻഡും ഫ്രാൻസും മിഡിൽ ഈസ്റ്റ് കൺട്രീസുമെല്ലാം ദൈവജനം ഭരിക്കുന്ന രാജ്യങ്ങളായി മാറും. നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ടൊരു ജാതിയും രാജകീയ പുരോഹിത വർഗവുമാണ്. കേരളത്തിൽ കമ്മ്യൂണിസത്തിന്റെ ആരംഭകാലങ്ങളിൽ അവർക്കെതിരായി ശക്തമായ പ്രക്ഷോഭങ്ങൾ ഉണ്ടായി. പള്ളികളിൽ കൂട്ടമണി അടിച്ച് അവർക്കെതിരായി പ്രസംഗിച്ചു. വലിയ സമരങ്ങൾ സംഘടിതമായി. പുന്നപ്പറയിലും മറ്റും പലരും മരിച്ചു. അന്ന് ഇന്നത്തെ EMS-ഉം EK നായനാരും KR ഗൗരിയമ്മയും ഒക്കെ പോലീസിന്റെ മുൻപിൽ നിന്നും ഓടി ആലപ്പുഴയിലും മറ്റുമൊക്കെയുള്ള കയർ ഫാക്ടറികളിൽ ജോലി ചെയ്യുന്ന പാവപ്പെട്ട തൊഴിലാളികളുടെ കൊച്ചു കൊച്ചു കൂടാരങ്ങളിൽ പാർത്ത് ഭക്ഷണം കഴിച്ചും രഹസ്യമായ വനാന്തരങ്ങളിൽ ക്ലാസുകൾ നടത്തി നടന്ന കാലത്ത് അവർ പറയുമായിരുന്നു, സഖാവേ ഭയപ്പെടേണ്ട, നമ്മൾ രാജ്യത്തിന്റെ ഭരണം പിടിച്ചെടുക്കും. അവരുടെ ആഗ്രഹം പലവട്ടങ്ങൾ കേരളത്തിൽ പൂവണിഞ്ഞു. ആ കാലങ്ങളിൽ വധശിക്ഷയ്ക്ക് വേണ്ടി അന്വേഷിച്ച് നടന്ന ഒരാളായിരുന്നു, അന്നത്തെ ഗവൺമെന്റ് അന്വേഷിച്ച് നടന്നയാളായിരുന്നു EK നായനാർ. പക്ഷേ അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി. പോലീസുകാരുടെ ലാത്തി കൊണ്ട് അനേക പ്രാവശ്യം കുത്തേറ്റ ഒരു സ്ത്രീയായിരുന്നു ഗൗരിയമ്മ. അവർ മന്ത്രിയായി. അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരുടെ ശക്തിയില്ലാതിരുന്ന കാലഘട്ടങ്ങളിൽ, അന്നത്തെ ഗവൺമെന്റിന്റെ മുൻപിൽ ഭയപ്പെട്ട് ഓടി നടന്ന കാലങ്ങളിൽ അവർക്ക് പറയുവാനുള്ള പ്രത്യാശ നമുക്ക് ഭരിക്കാമെന്നാണ്. ആ ചെറിയ ആഗ്രഹം കൊച്ചു കേരളത്തിൽ നടന്നെങ്കിൽ ഇന്ന് കർത്താവിന് വേണ്ടി നിന്ദയും കഷ്ടവും വേദനയും ത്യാഗവും സഹിച്ചുകൊണ്ട് ഈ യേശു ഭരിക്കുമ്പോൾ നമുക്കും ഭരിക്കാമെന്ന് പറഞ്ഞ ഒന്നിച്ചുകൂടിയ വിശുദ്ധന്മാരുടെ ആഗ്രഹം അതിനേക്കാൾ എത്രയധികം നിറവേറേണ്ടിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ബൈബിളിലെ രാഷ്ട്രീയ പ്രവചനങ്ങളാണ് ഇതുവരെയും ഭരിക്കാത്ത ആ രാജ്യത്തെക്കുറിച്ചുള്ള എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കുവാനിടയായത്. ബൈബിളിലെ ഓരോ ഭരണകൂടങ്ങളും, ലോകത്തിൽ നാം കാണുന്ന ഓരോ ഭരണകൂടങ്ങളും ആയിരം വർഷങ്ങൾക്ക് മുൻപേ ബൈബിളിൽ നടത്തിയ പ്രവചനങ്ങളുടെ അത്ഭുതപൂർണമായ നിറവേറലുകളാണ്. ലോകത്തിൽ നടക്കുന്ന ഓരോ ചലനങ്ങളും ഈ ബൈബിളാകുന്ന ഭൂതക്കണ്ണാടിയിലൂടെ, ടെലസ്കോപ്പിലൂടെ നമുക്ക് വ്യക്തമായി കാണുവാനായിട്ട് കഴിയും. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 27-ാം അധ്യായം 6-7 വാക്യം വായിക്കുകയാണെങ്കിൽ 68 വർഷം ഭരിക്കുവാൻ പോകുന്ന ഒരു രാജാവിനെ കുറിച്ചുള്ള പ്രവചനം യിരെമ്യാവ് നടത്തുന്നു. തന്റെ പ്രവചനം അംഗീകരിക്കുവാൻ അന്നത്തെ ജനങ്ങൾ തയ്യാറായില്ല. അന്നത്തെ യഹൂദ ജനം അതിനെതിരായ ശബ്ദമുയർത്തി തന്നെ രാജ്യദ്രോഹിയായിട്ട് മുദ്രകുത്തി. എങ്കിലും തന്റെ പ്രവചനം നിറവേറുകയുണ്ടായി. വായിക്കാം. ഇപ്പോഴോ ഞാൻ ഈ ദേശങ്ങളെയൊക്കെയും എന്റെ ദാസനായ ബാബേൽ രാജാവായ നെബൂഖദ്നേസറിന്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നു. അവനെ സേവിക്കേണ്ടതിന് വയലിലെ മൃഗങ്ങളെയും ഞാൻ അവന് കൊടുത്തിരിക്കുന്നു. സകല ജാതികളും അവനെയും അവന്റെ മകനെയും മകന്റെ മകനെയും അവന്റെ ദേശത്തിന്റെ കാലാവധിയാകുവോളം സേവിക്കും. ശ്രദ്ധിക്കുക, യിരെമ്യാവിലൂടെ ദൈവം പറയുകയാണ്, ബാബേൽ രാജാവായ നെബൂഖദ്നേസറിനെയും അവന്റെ മകനെയും സേവിക്കും. അവർ ഭരണകർത്താക്കന്മാരായി തീരും. ബാബേലിലെ 3 രാജാക്കന്മാർക്ക് നിങ്ങൾ അടിമകളാകും എന്ന് യിരെമ്യാ പ്രവചിച്ചപ്പോൾ അന്നത്തെ യഹൂദജനം അത് അംഗീകരിച്ചില്ല. കാരണം 1000 മൈൽ അകലെയുള്ള രാജാവ്, ഒരു പുറജാതി രാജാവ്, അബ്രഹാമിന്റെ മക്കളായ ഞങ്ങളുടെ രാജാവാകുന്നത് എങ്ങനെ? അവർ യിരെമ്യാവിന്റെ പ്രവചനത്തെ പുച്ഛിച്ചു തള്ളി. അത് മാത്രമല്ല, യിരെമ്യാവിനെ ഒരു രാജ്യദ്രോഹ കുറ്റക്കാരനായി കണ്ടു, അന്യരാജ്യത്തിന്റെ ഒരു ചാരനായി കണ്ടു. യിരെമ്യാവിനെ അവർ അറസ്റ്റ് ചെയ്തു. യിരെമ്യാവിനെ അവർ ഒരു വലിയ കുഴിയിൽ തള്ളിക്കളഞ്ഞു. എങ്കിലും പ്രവാചകൻ പറഞ്ഞതുപോലെ 68 വർഷക്കാലം ഇസ്രായേൽ, സിറിയ,
തുടങ്ങിയ ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ രാജാവായി നെബൂഖദ്നേസറും അദ്ദേഹത്തിന്റെ മകനും അദ്ദേഹത്തിന്റെ ആ മകന്റെ മകനും ഭരിച്ചു എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. കേവലം ഒരു പൊറ ജാതി രാജകുടുംബത്തോട് നെബൂഖദ്നേസറും അദ്ദേഹത്തിന്റെ മകനും അയാളുടെ മകനായ ബെൽശസ്സറും ഭരിക്കുമെന്നുള്ള പ്രവചനം ഇറാഖിൽ, ഇറാനിൽ, സിറിയയിൽ അക്ഷരാർത്ഥത്തിൽ നിറവേറിയെങ്കിൽ അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രനായ യേശു 1000 വർഷം ഈ ഭൂമിയെ ഭരിക്കുമെന്നുള്ള പ്രവചനം എത്രമാത്രം നിറവേറണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 3-ാം അധ്യായം 12-ാം വാക്യം പരിശോധിച്ചാൽ സ്ത്രീകൾ ഭരണകർത്താക്കന്മാരാകുന്ന ഒരു കാലഘട്ടമുണ്ടാകും എന്ന് അവിടെ പ്രവചിച്ചിരിക്കുന്നത് നമുക്ക് വായിക്കുവാൻ കഴിയും. 2600 വർഷം പഴക്കമുള്ള ഒരു പ്രവചനം. എന്റെ ജനമോ കുട്ടികൾ അവരെ പീഡിപ്പിക്കുന്നു, സ്ത്രീകൾ അവരെ വാഴുന്നു. എന്റെ ജനമേ കുട്ടികൾ അവരെ പീഡിപ്പിക്കുന്നു, സ്ത്രീകൾ അവരെ വാഴുന്നു. 2600 വർഷങ്ങൾക്ക് മുൻപേ കുട്ടികളും സ്ത്രീകളും ഏതെല്ലാം നിലകളിലാകും എന്ന് പ്രവാചകൻ ഇവിടെ ഉദ്ദേശിക്കുകയാണ്. കുട്ടികൾ പീഡിപ്പിക്കുന്ന കാലം വരും, സ്ത്രീകൾ ഭരിക്കുന്ന കാലം വരും. പ്രവാചകന്റെ കാലത്ത് കുട്ടികൾ മാതാപിതാക്കന്മാരെയും ഗുരുക്കന്മാരെയും ഭയപ്പെട്ടു വിറച്ചുകൊണ്ടിരുന്നു. സ്ത്രീകളാകട്ടെ വിദ്യാഭ്യാസമില്ലാത്തവരും സ്വയമായ ഒന്നിനും സ്വാതന്ത്ര്യമില്ലാത്തവരും മാതാപിതാക്കളുടെയും ഭർത്താക്കന്മാരുടെയും പൂർണ്ണമായ അധികാരത്തിന് കീഴ്പ്പെട്ടവരും അടുക്കളയ്ക്ക് പുറത്തു പോകാത്തവരുമായ ഒരു ജനവർഗമായിരുന്നു. പ്രവാചകൻ പറഞ്ഞു, ഈ സ്ത്രീകൾ ഭരിക്കുന്ന ഒരു കാലഘട്ടം വരും. അന്നാർക്കും വിശ്വസിക്കുവാൻ അത് കഴിഞ്ഞിട്ടില്ല. കാരണം അന്ന് രാജഭരണമാണ് നിലവിലുള്ളത്. രാജഭരണത്തിൽ പുരുഷന്മാർ മാത്രമേ ഭരണകർത്താക്കന്മാരാകൂ. രാജാവിന്റെ അടുത്ത മകൻ രാജകുമാരൻ, ഒരു രാജകുമാരി ഭരണകർത്താവാകുക ആ കാലങ്ങളിൽ സാധ്യമല്ല. പിന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിവാഹത്തിന് തന്നെ സ്വാതന്ത്ര്യമില്ല. ശൈശവ പ്രായത്തിൽ തന്നെ കല്യാണം നടക്കും. കല്യാണം കഴിഞ്ഞാൽ ചെറുക്കനെയും പെണ്ണിനെയും കൂടെ അപ്പനും അമ്മയും തോളയിലെടുത്തോണ്ടായിരിക്കും പോകുന്നത്. കാരണം 1-2 വയസ്സൊക്കെ കാണത്തുള്ളൂ രണ്ടിനും. അങ്ങനെ വിദ്യാഭ്യാസം എന്താണെന്നാണ് അറിഞ്ഞുകൂടാ. എന്തിനേറെ ഒരു 10, 100, 150 വർഷം മുൻപേ നമ്മുടെ ഇന്ത്യയിലും വിദ്യാഭ്യാസമുള്ള എത്ര പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നും ചില രാജ്യങ്ങളിൽ പെണ്ണുങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല. എന്നാൽ പ്രവാചകൻ പറഞ്ഞു, സ്ത്രീകൾ ഭരിക്കുന്ന കാലം വരും. ഇന്ന് നമ്മുടെ കണ്ണിന്റെ മുൻപിൽ അത് നിറവേറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യയിൽ ദീർഘവർഷം ഭരിച്ചത് ഒരു സ്ത്രീയാണ്, ഇന്ദിരാഗാന്ധി. ലോകത്തിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ഇന്നും ജീവിക്കുന്നു. അവരുടെ പേര് മിസസ് സിരിമാവ് ബന്ധാരനായിക്കാണ്. അവർ ശ്രീലങ്കയിൽ ഇന്നുമുണ്ട്, ജീവനോടുണ്ട്. അവരാണ് ലോകത്തിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി. ഇംഗ്ലണ്ടിൽ താച്ചറും എലിസബത്തും ഒക്കെ ഉണ്ടായിരുന്നു. ഫിലിപ്പീൻസിൽ ഒരു അക്വിന ഉണ്ടായിരുന്നു. ഇസ്രായേലിൽ തന്നെ ഒരു മിസസ് ഗോൾഡോമേർ ഉണ്ടായിരുന്നു. ഇവരെല്ലാം കരുത്തുറ്റ ഭരണം കാഴ്ചവെച്ചവരാണ്. പുരുഷനെ ദൈവം മണ്ണുകൊണ്ടാണ് സൃഷ്ടിച്ചതെങ്കിൽ സ്ത്രീയെ ദൈവം എല്ലുകൊണ്ടാണ്. അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കിയവരാണ് ഈ വനിതകൾ. അവർ ബലഹീനപാത്രം എന്ന് പറയുന്നത് ആത്മീയ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. ഇനി എന്തിനേറെ ഇസ്ലാമിക് ചരിത്രം നമ്മൾ ചിന്തിച്ചാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഒത്തിരി പരിമിതികളുണ്ട്. അവൾക്കൊരിക്കലും ഭരണതലത്തിൽ വരുവാൻ കഴിയില്ല. AD 600 മുതലുള്ള ഇസ്ലാമിക് ചരിത്രത്തിലെ, ഇസ്ലാമിക് രാജ്യത്തിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തിന്റെ അടുത്തുണ്ട രാജ്യമായ പാകിസ്ഥാനിലെ ബേനിസർ ഭൂട്ടുകാരൻ. ഇനി ക്രൈസ്തവ സഭാചരിത്രം പഠിച്ചാൽ എല്ലാ മതങ്ങളിൽ തന്നെ സ്ത്രീകൾക്ക് പരിമിതമായ സ്ഥാനങ്ങളാണ് കൊടുത്തുകൊണ്ടിരുന്നത്.
പൗരോഹിത്യത്തിലേക്കോ ശുശ്രൂഷയിലേക്കോ അവരെ വിളിച്ചിരുന്നില്ല. ഒരു കപ്പിയാരി പോസ്റ്റ് പോലും അവർ കൊടുത്തിരുന്നില്ല. എന്നാൽ ഈ അടുത്ത കാലത്ത് അത് മാറിയിട്ട് സ്ത്രീകൾ പുരോഹിതന്മാരായും ബിഷപ്പന്മാരുമായി. കേരളത്തിൽ ആദ്യം CSIയിൽ നിന്ന് ഒരു സഹോദരി അച്ഛനായി, മരതകവല്ലി എന്ന ഒരു അച്ഛന്റെ ഭാര്യ പുരോഹിതനായി, അച്ഛനായി. ശുദ്ധമായ മലയാള ഭാഷയിൽ പറഞ്ഞാൽ അച്ചിയായി. രാഷ്ട്രീയപരമായി ചിന്തിച്ചാലും മതപരമായി ചിന്തിച്ചാലും 2600 വർഷങ്ങൾക്ക് മുൻപുള്ള യെശയ്യാവിന്റെ ആ പ്രവചനം അത് നിവർത്തി കാണുവാൻ താൻ ഇന്ന് ഈ ഭൂമിയിൽ ഇല്ലെങ്കിലും ആ പ്രവചനം നമ്മുടെ കണ്ണിന്റെ മുൻപിൽ നാം കാണുകയാണ്. BC 675 സ്ത്രീകൾ ഭരിക്കുമെന്ന് പറഞ്ഞ പ്രവാചകൻ അത് 3-ാം അധ്യായത്തിലാണ് എഴുതിയതെങ്കിൽ അതേ പ്രവാചകൻ അതേ കാലഘട്ടത്തിൽ തന്റെ പ്രവചന പുസ്തകത്തിന്റെ 32-ാം അധ്യായത്തിൽ താൻ പറഞ്ഞു, ഒരു രാജാവ് നീതിയോട് ഭരിക്കും, ദാവീദിന്റെ സന്തതിയായ നസ്രയനായ യേശു തന്നെ. സ്ത്രീകൾ ഭരിക്കുമെന്നുള്ള പ്രവചനം അക്ഷരാർത്ഥത്തിൽ നിറവേറിയത് നമ്മുടെ കണ്ണിന്റെ മുൻപിൽ കണ്ടെങ്കിൽ അതേ പ്രവാചകൻ ദൈവപുത്രനായ ക്രിസ്തു, സാക്ഷാൽ മശിഹ, ലോകത്തിന്റെ ഉടമസ്ഥൻ ഭരിക്കുമെന്നുള്ള പ്രവചനം എത്ര അക്ഷരാർത്ഥത്തിൽ നിറവേറും. ഈ പ്രവചനങ്ങൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 21-ാം അധ്യായം 26-ാം വാക്യം നാം പരിശോധിച്ചാൽ, രാജഭരണം കൊടികുത്തി വാണുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ അത് തകർന്നു പോകുന്ന ഒരു കാലമുണ്ടാകുമെന്നും യേശു വരുന്നതിന് മുൻപേ അത് പൂർണ്ണമായി മാറ്റപ്പെട്ടിരിക്കുമെന്നും പ്രവാചകൻ പറഞ്ഞിരിക്കുന്നതായി നമുക്ക് വായിക്കുവാൻ കഴിയും. വായിക്കും. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും. അതങ്ങനെ ഇരിക്കുകയില്ല. ഞാൻ താണതിനെ ഉയർത്തുകയും ഉയർന്നതിനെ താഴ്ത്തുകയും ചെയ്യും. ഞാൻ അതിന് ഉന്മൂലനാശം വരുത്തും. അതിനെ അവകാശമുള്ളവൻ വരുവോളം അതേ ഇല്ലാതെ ഇരിക്കും. ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും. അതങ്ങനെ ഇരിക്കുകയില്ല. ഞാൻ താണതിനെ ഉയർത്തും, ഉയർന്നതിനെ താഴ്ത്തും. അവകാശമുള്ളവൻ വരുമ്പോൾ ഞാനത് കൊടുക്കും. ലോകമഹായുദ്ധങ്ങളിൽ ജയം കൊണ്ട ബ്രിട്ടൻ ഒരിക്കൽ അവരുടെ പാർലമെന്റിൽ പ്രശസ്തനായ ഒരു വ്യക്തിയുടെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുകയാണ്, ചർച്ചിൽ. അദ്ദേഹം പറഞ്ഞു, നാം നമ്മുടെ കിരീടം ആരുടെയും മുൻപിൽ അടിയറ വെക്കുകയില്ല. എന്നാൽ അവകാശമുള്ളവൻ വരുമ്പോൾ, സാക്ഷാൽ ഈശോ മശിഹ വരുമ്പോൾ, നമ്മുടെ കിരീടം അവന്റെ മുൻപിൽ നമ്മൾ അടിയറ വെക്കും. ഇവിടെ പ്രവാചകൻ പറയുന്നു, ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും എന്ന് പറഞ്ഞാൽ രാജകീയ ഭരണത്തെ എടുത്ത് ദൂരെ കളയും. ഈ പ്രവാചകൻ ഇത് പ്രവചിക്കുമ്പോൾ ഇന്നത്തെ രീതിയിലുള്ള ഒരു ഭരണവും ലോകത്തിലില്ല. ലോകത്തിലെവിടെയും രാജഭരണം മാത്രമേ ഉള്ളൂ. രാജാക്കന്മാർ പ്രജകളെ ഭരിക്കുന്നു. നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും 100 രാജാക്കന്മാർ അന്നുണ്ടായിരുന്നു. നിശ്ചയമായിട്ടും ചിലരെങ്കിലും വിളിച്ച് പ്രവാചകനോട് പറഞ്ഞു കാണും, പ്രവാചക, ഇങ്ങനെയുള്ള ഭോഷത്വം പ്രവചിക്കരുത്. അന്ന് കമ്മ്യൂണിസം ഉണ്ടായിട്ടില്ല, സോഷ്യലിസം ഉണ്ടായിട്ടില്ല, ജനാധിപത്യ ചിന്തകൾ അന്ന് അറിഞ്ഞുകൂടാ, പട്ടാള ഭരണത്തെക്കുറിച്ചുള്ള അറിവ് അന്നത്തെ മനുഷ്യനില്ല. അന്നത്തെ മനുഷ്യൻ ആകെപ്പാടെയുള്ളത് രാജഭരണമാണ്. രാജഭരണമാകട്ടെ ഒരാളുടെ കഴിവനുസരിച്ചല്ല, രാജകുടുംബം തുടർച്ചയായി ഭരിക്കുകയാണ്. രാജകുടുംബത്തിൽ ജനിക്കുന്ന ആർക്കും ഭരണകർത്താവാകാം. നല്ലയാളാണെങ്കിൽ നല്ല ഭരണം, മോശം ആളാണെങ്കിൽ മോശമായ ഭരണം. ഇനി ആ രാജഭരണത്തെ അട്ടിമറിച്ചാൽ തന്നെ വേറൊരു രാജഭരണമായിരിക്കും ഉണ്ടാകുന്നത്. അതിനപ്പുറം ചിന്തിക്കുവാനുള്ള കഴിവേ അന്നത്തെ മനുഷ്യനില്ല. അത് മാത്രമല്ല, അന്നെങ്കിൽ ആരെങ്കിലും രാജാക്കന്മാർക്കെതിരായി എന്തെങ്കിലും പറഞ്ഞാൽ അവനെ കൊല്ലുകയാണ്, അവന്റെ കുടുംബത്തെ കൊല്ലുകയാണ്. അന്ന് രാജാക്കന്മാർക്ക് വേണ്ടിയുള്ള സ്തുതി പാഠകന്മാരുണ്ട്, കവികളുണ്ട്. പഴയകാല പല നാടകങ്ങളും പല കവിതകളും പരിശോധിച്ചാൽ അന്നത്തെ ഭരണകൂടത്തിന് വേണ്ടി
സ്തുതിപാഠകന്മാരായി അവർ പാടിയതും എഴുതിയതുമാണ്. അതിന് വിരുദ്ധമായി പറയുന്നവരൊന്നും രക്ഷപ്പെട്ടിട്ടില്ല. എന്നാൽ ഇവിടെ ഇതാ ഒരു മനുഷ്യൻ വിളിച്ചു പറയുന്നു, രാജഭരണം അവസാനിക്കും, താണവർ ഉയരും, ഉയർന്നവർ താഴും, സാക്ഷാൽ രാജാവായവൻ വരുന്നതിന് മുൻപേ എല്ലാ കിരീടങ്ങളും മാറ്റപ്പെട്ടിരിക്കും. ചിലരെങ്കിലും പ്രവാചകനെ വിളിച്ചു പറഞ്ഞു കാണും, പ്രവാചക ഇങ്ങനെ പ്രവചിക്കരുത്, നിന്റെ പ്രവചനം തീരും, രാജാ പറഞ്ഞാൽ നിന്റെ കഥ അവസാനിക്കും. അദ്ദേഹം പ്രവചിച്ചിട്ട് കടന്നുപോയി. പാവം എസെക്കിയേൽ, ആ പ്രവചനത്തിന്റെ നിവൃത്തി കാണുവാൻ തനിക്ക് ഭാഗ്യം ലഭിച്ചില്ല. താൻ മരിക്കുമ്പോൾ ലോകമെമ്പാടും കിരീടങ്ങളും മകുടങ്ങളും ധരിച്ച ഭരണകർത്താക്കന്മാർ മാത്രമേ ഉള്ളൂ. അത് കേട്ടവർ പറഞ്ഞു കാണും, ഇവൻ പറഞ്ഞ കള്ളപ്രവചനമാണ്. പക്ഷെങ്കിൽ തന്റെ പ്രവചനം തിരുത്തുവാനൊന്നും താൻ പോയില്ല. നൂറ്റാണ്ടുകൾ പിന്നെയും കഴിഞ്ഞു, 1000 വർഷം കഴിഞ്ഞു, എന്നിട്ടും ആ പ്രവചനത്തിന്റെ നിവൃത്തി കാണുവാനിടയായില്ല. 2000 വർഷം കഴിഞ്ഞു, എന്നിട്ടും ആ പ്രവചനം നിറവേറിയില്ല. 2400 വർഷം കഴിഞ്ഞു, എന്നിട്ടും ആ പ്രവചനം നിറവേറിയില്ല. എന്നാൽ നമ്മുടെ തലമുറയിൽ ആ പ്രവചനം നിറവേറുന്ന കാണുവാൻ നമുക്കിടയായി. ഇന്ത്യയിൽ തന്നെ ഒരു കാലത്ത് രാജാക്കന്മാരായി ഭരിച്ച 100 കണക്കിന് ആൾക്കാർ ഇന്നും കിരീടമില്ലാതെ ഇന്ത്യയിൽ ജീവിക്കുന്നുണ്ട്. ഈ അടുത്ത സമയത്ത് കേരളത്തിൽ ഒരു മഹാരാജാവ് ഓട്ടോറിക്ഷയിൽ പോയ കാര്യം പത്രത്തിൽ വന്നു. ഞാൻ ഓർത്തെന്റെ ദൈവമേ, ഒരു കാലത്ത് രഥങ്ങളിൽ സഞ്ചരിച്ച രാജാക്കന്മാർ ഇന്ന് ഓട്ടോറിക്ഷയിൽ പോകുന്നു. ഞാൻ മകുടം നീക്കി കിരീടം എടുത്തുകളെ, അടുത്തത് ഞാൻ താണവരെ ഉയർത്തുകയും ഉയർന്നവരെ താഴ്ത്തുകയും ചെയ്യും. രാഷ്ട്രീയ പശ്ചാത്തലങ്ങളിൽ ഒരു കാലത്ത് ജാതിയുടെ പേരിൽ, കുടുംബത്തിന്റെ പേരിൽ മാറ്റി നിർത്തിയ പലരും ഇന്ന് അധികാരികളായി, ഭരണകർത്താക്കന്മാരായി അവർ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 2 കാര്യങ്ങളും നമ്മുടെ കണ്ണിന്റെ മുൻപിൽ ലോകത്തിൽ നിറവേറിക്കൊണ്ടിരിക്കുന്നു. ഇനി അപൂർവമായിട്ട് അവിടിവിടെയായിട്ടുള്ളതും കൂടെ യേശു വരുന്നതിന് മുൻപേ 100% മാറിയിരിക്കും. രാജാവായി ഭരിക്കുവാൻ യോഗ്യതയുള്ളത് നസ്രയനായ യേശു മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. യേശു രാജാവാണെന്ന് പറഞ്ഞത് കൊണ്ടാണ് 1-ാം നൂറ്റാണ്ടിലെ 10,000 വിശുദ്ധന്മാർ മരിക്കേണ്ടി വന്നത്. അന്നത്തെ കൈസറിനെ രാജാവായിട്ട് അവർ പൂജിക്കാതിരുന്നത് കൊണ്ടും യേശുവിനെ രാജാവായിട്ട് അവർ അംഗീകരിച്ചത് കൊണ്ടും 1000 വിശുദ്ധന്മാർ ആ നാമത്തിൽ മരിക്കേണ്ടി വന്നു. എന്നാൽ അവരെക്കാൾ എത്രയധികം ആ ഭരണവുമായിട്ട് നാം അടുത്തിരിക്കുന്നു. രാജാവുള്ളിടത്ത് രാജകോലാഹലമുണ്ട്. നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിലേക്ക് വരികയാണെങ്കിൽ യേശുക്രിസ്തുവിന്റെ രാജഭരണത്തിലേക്ക് എത്ര വർഷങ്ങൾ ഉണ്ട് എന്നറിയുവാനായിട്ട് ഒരു രാഷ്ട്രീയ സ്കെയിൽ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. BC 606 മുതൽ യേശുക്രിസ്തുവിന്റെ ഭരണം വരെ ലോകത്തിൽ ഭരിക്കേണ്ട സാമ്രാജ്യങ്ങൾ ഏവയെന്ന് ചിത്രീകരിച്ചിരിക്കുന്ന ഒരു അധ്യായമാണ് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം. ഈ 7-ാം അധ്യായത്തിൽ ഭക്തനായ ദാനിയേൽ ദർശനം കാണുകയാണ്. അതുവരെയും ദാനിയേൽ മറ്റുള്ളവർ കണ്ട ദർശനത്തിന്റെ വ്യാഖ്യാതാവായിട്ടാണ് നാം കാണുന്നത്. ഉദാഹരണമായിട്ട് ബാബിലോണിന്റെ രാജാവായിരുന്ന നെബൂഖദ്നേസർ കണ്ട സമ്മിശ്ര ലോകബിംബത്തിന്റെ വ്യാഖ്യാതാവായിട്ട് ദാനിയേലിനെ നാം ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിൽ കാണും. ദാനിയേൽ പ്രവചനം 3-ാം അധ്യായത്തിൽ നാം കാണുന്നത് ആ ബിംബത്തെ കണ്ട രാജാവ് ഒരു ബിംബത്തെ തന്നെ ഉണ്ടാക്കി ജനങ്ങളെ തെറ്റായ ഉപദേശത്തിലേക്ക് നയിക്കുന്നു. 2-ാം അധ്യായത്തിൽ നെബൂഖദ്നേസർ തന്നെയാണ് സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപയാൽ സ്വപ്നങ്ങൾ കണ്ടത് എങ്കിലും 3-ാം അധ്യായത്തിൽ പിശാചിനാൽ ആവേശിതനായി ദൈവത്തിന് വിരുദ്ധമായ വിഗ്രഹാരാധനയെ സ്ഥാപിക്കുന്നു. അതുകൊണ്ട് ഒരാൾക്ക് ദർശനമോ വെളിപ്പാടോ ഉണ്ട് എന്ന കാരണത്താൽ അയാൾ ചെയ്യുന്നതെല്ലാം പറയുന്നതെല്ലാം നമുക്ക് സ്വീകരിക്കുവാൻ കഴിയുകയില്ല.
ദൈവത്തിന്റെ വചനവുമായിട്ട് ഇതിന് ബന്ധമുണ്ടോ എന്ന് നോക്കണം. 4-ാം അധ്യായത്തിൽ ഇറാഖിന്റെ പ്രസിഡന്റായിരുന്ന നെബൂഖദ്നേസർ കണ്ട ഒരു വലിയ വൃക്ഷത്തിന്റെ അർത്ഥം ഗ്രഹിപ്പിക്കുവാൻ വ്യാഖ്യാതാവായി ദാനിയേൽ കടന്നു ചെല്ലുകയാണ്. 5-ാം അധ്യായത്തിലും ദാനിയേലിനെ നാം കാണുന്നത് ചുവരിൽ ദൈവത്താൽ എഴുതപ്പെട്ട ബാബിലോണിന്റെ രാജകീയ കാര്യങ്ങൾ എഴുതുന്ന ആ മതിലിൽ, ആ ബോർഡിൽ ഒരു കൈപ്പത്തി വരുന്നു. മെനെ മെനെ തെക്കേലു ഫാർസി. അതിന്റെ അർത്ഥം ഗ്രഹിപ്പിക്കുവാൻ ബെൽഷസ്സറിന് വേണ്ടി ദാനിയേലിനെ